വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനം. ആ തീരുമാനത്തിൽ ഇനി എന്താണ് ഇത്രയ്ക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്ന ചോദ്യം സ്വാഭാവികമാണ്. കാര്യങ്ങൾ തീർന്നില്ല എന്നതുകൊണ്ട് തന്നെ പുതിയ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനാണ് ഹൈക്കമാൻഡ് അവസാന നിമിഷം വരെ ശ്രമിച്ചത്. അദ്ദേഹത്തെ കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം, പകരം ഉത്തരേന്ത്യയിൽ നിന്ന് ഒരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത്രയും കാലം ഏകദേശം 7 വർഷത്തോളം കോൺഗ്രസിനെ സേവിച്ച, ഗാന്ധി കുടുംബത്തെ സേവിച്ച കെ.സി. വേണുഗോപാലിന് നല്ലൊരു സ്ഥാനം നൽകണം. അതായിരുന്നു ഹൈക്കമാൻഡിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മനസ്സിലുണ്ടായിരുന്നത്. ആപത്ത് ഘട്ടത്തിൽ കൂടെ നിന്ന വ്യക്തി. അതിനപ്പുറത്ത് ഉത്തരേന്ത്യയിൽ അടപടലം തോറ്റപ്പോൾ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കേരളത്തിൽ കൊണ്ടുവന്ന് വയനാടിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് പാർലമെന്റിൽ എത്തിച്ച, അതിന് മുൻകൈയെടുത്ത വ്യക്തി. ഇതെല്ലാം ഗാന്ധി കുടുംബത്തിന് കെ.സി. വേണുഗോപാലിനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടാകാനുള്ള കാരണമായി മാറിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ അട്ടിമറിക്കപ്പെട്ടത്? തലേ ദിവസം പ്രഖ്യാപനം നടത്തുന്നതിൻ്റെ തലേ ദിവസം എല്ലാം തീരുമാനമായിരുന്നു. ഏറ്റവും ഒടുവിൽ കെ.സി. വേണുഗോപാലിനെ തീരുമാനിച്ചിട്ടാണ് എല്ലാവരും പിരിയുന്നത്. തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരത്ത് പ്രഖ്യാപനം നടത്തണം. ചാർട്ടേഡ് വിമാനത്തിൽ കെ.സി. വേണുഗോപാൽ തിരുവനന്തപുരത്ത് എത്തും. കൂടെ നിരീക്ഷകരും ഉണ്ടാകും. ഇതായിരുന്നു തീരുമാനം. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. 11 മണിക്ക് നിയമസഭാ കക്ഷി യോഗവും തീരുമാനിച്ചിരുന്നു. എന്താണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഘടകകക്ഷി നേതാക്കളെയും അറിയിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് കേരളത്തിൽ നിന്ന് ഒരു ഫോൺ കോൾ പോകുന്നത് മല്ലികാർജുന ഖാർഗെയ്ക്ക്, AICC പ്രസിഡന്റിന്. അത് മറ്റാരുടേതുമായിരുന്നില്ല. പുറത്തു വന്ന വിവരമനുസരിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടേതായിരുന്നു. ഒരു വാക്കും മാത്രമേ പറഞ്ഞുള്ളൂ: വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഞങ്ങളില്ല. ഞങ്ങൾ പുറത്തുനിന്ന്, എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് പുറത്തുനിന്ന് UDF-നെ പിന്തുണക്കും, സർക്കാരിനെ പിന്തുണക്കും. മന്ത്രിസഭയിലേക്ക് ഞങ്ങളില്ല. ഇത് പാണക്കാട് സാദിഖ് അലി തങ്ങൾ AICC പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയെ അറിയിച്ചു എന്നതാണ് പുറത്തു വരുന്ന വിവരം. അത് ശരിയാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ഘടകകക്ഷിയുടെ യോഗം വിളിച്ചിരുന്നു. എന്ന് വെച്ചാൽ UDF യോഗം വിളിച്ചിരുന്നു. മുസ്ലിം ലീഗ് തീരുമാനിച്ചു UDF യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന്. UDF യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയും മുസ്ലിം ലീഗ് നേതാക്കളുടെ യോഗം വൈകുന്നേരം പാണക്കാട് ചേരാൻ തീരുമാനിക്കുകയും ചെയ്തു. 11 മണിക്ക് MLA-മാരുടെ യോഗം നടക്കും. MLA-മാരുടെ യോഗത്തിൽ തീരുമാനം പ്രഖ്യാപിക്കും. അപ്പോൾ മുസ്ലിം ലീഗ് പരസ്യമായി നിലപാട് പറയും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയത്. അതുകൊണ്ടാണ് UDF യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. അവിടെയായിരുന്നു മാറ്റം സംഭവിച്ചത്. മുസ്ലിം ലീഗിനെ പിണക്കാൻ കഴിയില്ല കോൺഗ്രസ് ഹൈക്കമാൻഡിന്. 2 കാരണങ്ങളുണ്ട്. 22 സീറ്റ് കയ്യിലുണ്ട്. 25 മുതൽ 30 സീറ്റ് വരെ കോൺഗ്രസിൻ്റെ MLA-മാർ നിയമസഭയിൽ എത്തിയത് മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൊണ്ടാണ്. മുസ്ലിം ലീഗിൻ്റെ വോട്ട് നിർണായകമായ മണ്ഡലങ്ങളിൽ നിന്ന് കോൺഗ്രസിൻ്റെ MLA-മാർ ജയിച്ചു വന്നതുകൊണ്ട് അക്കാര്യവും ചൂണ്ടിക്കാണിച്ചിരുന്നു. 25 മുതൽ 30 സീറ്റ് വരെ മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൊണ്ട് ജയിച്ചു വന്ന MLA-മാർ. അതുമാത്രമല്ല, വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി അടുത്ത തവണ മത്സരിച്ച് ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വേണം. മുസ്ലിം ലീഗ് പിന്തുണച്ചില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, ഭൂരിപക്ഷം കുത്തനെ ഇടിയും, തോക്കും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി ഇടപെട്ടു. പ്രിയങ്ക ഗാന്ധി പറഞ്ഞു, മണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വേണം. മുസ്ലിം ലീഗിൻ്റെ പിടക്കിയാൽ കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടാകില്ല, കോൺഗ്രസ് അതോടുകൂടി ഇല്ലാതാകും എന്ന്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നിർണായക തീരുമാനത്തിലേക്ക് എത്തിയത് ഹൈക്കമാൻഡ്. കെ.സി. വേണുഗോപാലിനെ തള്ളാൻ, വി.ഡി. സതീശനെ സ്വീകരിക്കാൻ. ഗാന്ധി കുടുംബത്തിൻ്റെ സംരക്ഷണം, മകനെ സംരക്ഷിക്കണം. അതിനുവേണ്ടിയാണ് സോണിയാഗാന്ധി കെ.സി. വേണുഗോപാലിനെ തള്ളിപ്പറഞ്ഞത് എന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് എന്തുമാകട്ടെ, പക്ഷേ രാഷ്ട്രീയമായി വളരെ നിർണായകമായ നിലപാട് എടുത്തത് മുസ്ലിം ലീഗാണ്. അത് മന്ത്രിസഭയിലേക്കില്ല, UDF-നെ പുറത്തുനിന്ന് പിന്തുണക്കും എന്ന നിലപാടായിരുന്നു. അവിടെയാണ് ഹൈക്കമാൻഡ് 63 സീറ്റിനേക്കാൾ 22 സീറ്റിനാണ് വില എന്ന് മനസ്സിലാക്കിയത്. അവിടെയാണ് ഹൈക്കമാൻഡ് പാണക്കാട് തങ്ങൾ കുടുംബമാണ് എന്ന വിമർശനത്തിന് കോൺഗ്രസ് ഇരയായി മാറിയത്. പാണക്കാട് തങ്ങൾ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറും
കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡായി മാറിയിട്ടുണ്ട് കേരളത്തിൽ എന്നതാണ് വസ്തുത. അതിലേക്ക് എത്തിച്ച മുസ്ലിം ലീഗിൻ്റെ നിലപാടും മുസ്ലിം ലീഗിൻ്റെ തീരുമാനവുമാണ് ഇപ്പോൾ പുറത്തു വരികയും ചർച്ചയാവുകയും ചെയ്യുന്നത്.